ഇന്നലെ നൈറ്റ് നമ്മുടെ അർജുനും ശ്രീതുവും തമ്മിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും തമാശയായി തോന്നിയെങ്കിലും അത് അർജുനോട് നമ്മുടെ ശ്രീതു മനസ്സ് തുറന്ന് സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത്. അതായത് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്, ഇനി നമുക്ക് ഗബ്രിയെ ജാസ്മിനെ കുറിച്ചുള്ള സംസാരം വിടാം. കാര്യം ഗബ്രി പുറത്തും ഇങ്ങനെ തന്നെയാണ്. അവൻ ഒരുപാട് ഗേൾ ഫ്രണ്ട്സുണ്ട്, അവരെല്ലാം ഹഗ് ചെയ്യും, കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവൻ്റെ നേച്ചർ അങ്ങനെയാണ് എന്ന് നമ്മുടെ അർജുൻ പറയുന്നുണ്ട്. അപ്പം അർജുനോട് നമ്മൾ ശ്രീതു ചോദിക്കുന്നത്, നിങ്ങളും അങ്ങനെ തന്നെയാണല്ലേ, പിന്നെന്താണ് ഇവിടെ ഇവിടെ ഇങ്ങനെ അല്ലാത്തത് എന്ന രീതിയിൽ ശ്രീതു കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പം അർജുൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി നമുക്ക് ആ ടോപ്പിക്ക് വിടാം, നമുക്കിനി എപ്പോഴും അവരെക്കുറിച്ച് മാത്രം സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഓൾറെഡി അവർ നെഗറ്റീവാണ്, ഇനി കൂടുതൽ പറഞ്ഞ് ചിലവാക്കണ്ട എന്ന രീതിയിലായിരിക്കും അർജുന പറയുന്നത്. അപ്പം ശ്രീതു പറയുന്നുണ്ട്, നിങ്ങൾ എന്തായാലും ഹാപ്പിയാണല്ലോ, എനിക്കത് മതിയെന്ന്. അതായത് ശ്രീതു ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ആഴ്ച മൊത്തം സിബിനുമായിട്ടുള്ള ശ്രീതുവിൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നമ്മുടെ അർജുൻ അത്ര സന്തോഷവാനായിരുന്നില്ല. അപ്പം ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ എപ്പോഴും പലയിടത്തും മാറിയിരിപ്പായിരുന്നില്ലേ. ഈ സിബിനും ശ്രീതുവും മാറി ഇരുന്ന് സംസാരിക്കും, അതുപോലെ അർജുൻ ദൂരെ ഇരുന്ന് നോക്കുമായിരുന്നു. അപ്പം ഇന്നലെ നൈറ്റ് ആ സമയം ശ്രീതുവും അർജുനും തമ്മിൽ ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അർജുൻ ഹാപ്പി ആണല്ലോ എന്നതാണ് നമ്മുടെ ശ്രീതു ചോദിക്കുന്നത്. അപ്പം ആ ഒരു കോംബോ, അതായത് അർജുൻ ശ്രീതു കോംബോ ഇനിയും വീണ്ടും വരും കേട്ടോ. കാര്യം എന്തായാലും ഗബ്രി ജാസ്മിൻ കോംബോ തകർന്ന് തരിപ്പണമായെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് കോംബോ ആണ് ശ്രീതുവിൻ്റെയും അർജുൻ്റെതും. അത് പുറത്ത് നെഗറ്റീവായിട്ട് പോയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഈ ഒരു കോംബോ വീണ്ടും ഉയർന്നു വരാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു അർജുനേക്കാൾ കൂടുതലും ശ്രീതു ശ്രമിക്കുന്നുമുണ്ട്. നോക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.